നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെയേറെ പരിചയമുള്ള ഒരു വാക്കാണ്. മൂഡ് സ്വിങ്സ്. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ ഇത്? ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കിപ്പം മൂഡ് സ്വിങ്സ് ആണ്, എനിക്കിപ്പം നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ. എന്താണ് ശരിക്കും ഈ മൂഡ് സ്വിങ്സ്? ചില നേരത്ത് ഭയങ്കര ഹാപ്പിയും ഭയങ്കര ആക്റ്റീവും ഒക്കെ ആയിരിക്കും. സ്വിച്ച് ഇട്ട പോലെ ആയിരിക്കും പെട്ടെന്ന് ഡൗൺ ആവുകയും പെട്ടെന്ന് എവിടെയെങ്കിലും പോയിരുന്ന് കരയുന്നതായിട്ടും കാണാം. ശരിക്കും പറഞ്ഞാൽ മൂഡ് സ്വിങ്സിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മൂഡ് സ്വിങ് കാണിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് വരെ തോന്നിക്കാം. അത്തരത്തിലും സ്വിച്ച് ഇട്ട പോലെ ആയിരിക്കും ഓരോ മൂഡും ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുന്നത്? ഇതിന് ഒരുപാട് കാരണമുണ്ട്. എസ്പെഷ്യലി ലേഡീസിലായാലും ജെൻസിലായാലും ഇതിനുള്ള ഫാക്ടേഴ്സ് ഒക്കെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ജെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ കാണുന്ന ഒരു കാര്യമാണ്, അവർക്ക് എന്തെങ്കിലും വർക്ക് പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലും വർക്ക് ലോഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, "അയ്യോ, എൻ്റെ അടുത്ത് എന്തിനാ ഇപ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ടെ, അതിന് വേണ്ടി ഞാൻ എന്തോ പറഞ്ഞ്" എന്നുള്ള രീതിയിൽ നമ്മൾ വണ്ടറടിച്ച് നിൽക്കും. ശരിക്കും ആ ഒരു മൊമെൻറ്റിലുള്ള ആ ഒരു സ്ട്രെസ്സ് പുറത്ത് കാണിക്കുന്നതാണ് ആ ദേഷ്യത്തിലൂടെ എക്സ്പ്രസ് ചെയ്തത്. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ തോന്നും, "പക്ഷേ ഞാൻ എങ്ങനെ പെരുമാറണ്ടായിരുന്നു, മോശമായിപ്പോയി" എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ഇവർ കൂളാവുകയും ചെയ്യും. ശരിക്കും ഇതിനൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ലേഡീസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ തമാശയ്ക്കൊക്കെ പറയും, ഒന്ന് പറഞ്ഞ് രണ്ടിനെ അവൾ നാഗവല്ലിയാവുന്നൊക്കെ. അങ്ങനെ നാഗവല്ലികളാകുന്ന ലേഡീസാണ് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ. മെയിനായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില എൻസൈമിൻ്റെ ചേഞ്ചസ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ഹോർമോൺ വേരിയേഷൻസ് ആണ് ലേഡീസിൽ ഇത്രമാത്രം സ്ട്രെസ്സും മൂഡ് സ്വിങ്ങും ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. കൂടുതലായും നമ്മൾ മൂഡ് സ്വിങ്സ് കണ്ടുവരുന്നത് പ്രീ മെൻസ്ട്രൽ സ്റ്റേജിലാണ്. അതായത് പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസം മുമ്പേ തുടങ്ങും ചെറിയ രീതിയിലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ. ആ സമയത്ത് മൈൻഡിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സോ എന്താ ശരിക്കും പറയുക, ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം ഇല്ല, നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് നമ്മളെല്ലാം ഡൗൺ ആക്കുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ സ്റ്റേജ് ആയിരിക്കും ആ സമയത്ത്. ആ സമയത്ത് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും തന്നെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. കംപ്ലീറ്റ് ശോകം, ചിലപ്പോൾ സ്പോട്ടിൽ പെട്ടെന്നങ്ങ് ഹാപ്പിയായി ആക്റ്റീവായും കാണാം. കുറച്ച് കഴിയുമ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്ന് കരയുന്നതും കാണാം. ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം. ലേഡീസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എപ്പോഴും തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് ലേഡീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ലേഡീസ്. അതേസമയം പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമായിരിക്കും ആ ഒരു സമയത്ത് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കൊളാവുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് പ്രശ്നമല്ല, നമ്മളെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ലേഡീസിലും ജെൻസിലും ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസവും അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരു ലേഡീസിന് ഈ ഒരു ടൈമിൽ മെയിൻലി ആ പ്രീ മെൻസ്ട്രൽ സ്റ്റേജ് തൊട്ട് പീരീഡ്സിൻ്റെ സമയം വരെയുള്ള ആ കുറച്ച് ഡേയ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, സ്ട്രെസ്സ് കൂടുതലായിരിക്കും, സ്ട്രെയിൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവർ എക്സ്ട്രാ ആയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും മാത്രമല്ല, ചില ആൾക്കാർക്ക് ഭയങ്കര തലവേദനയായിരിക്കും, ക്ഷീണമായിരിക്കും. ചില ആൾക്കാർ നല്ല എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ. തലവേദനയായിരിക്കും, അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, നടുവേദന ഉണ്ടായിരിക്കും, കാലും കൈ വേദന ഉണ്ടായിരിക്കും, ബോഡി ഫുള്ള് പെയിൻ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒന്ന് ചെന്ന് കിടന്നാൽ മതി, ഒന്നും ചെയ്യാൻ തോന്നാത്ത പോലത്തെ അവസ്ഥയിലായിരിക്കും മിക്ക ആൾക്കാരും തന്നെ. ഒരു 70% ഓഫ് ലേഡീസിനും ഈ പറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു 30% ഓഫ് ലേഡീസിന് ഈ പറഞ്ഞ യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. അവർ കംപ്ലീറ്റ്ലി അവർക്ക് പെയിനൊക്കെ തന്നെ കുറവായിരിക്കും. പെയിനൊന്നും ചില ആൾക്കാർക്ക് അറിയത്ത് പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പെൻസ് ആണ്, ഓരോ കാര്യങ്ങളും പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇനി ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് തിരിച്ചറിവാണ്. ആർക്കാണ് തിരിച്ചറിവ് വേണ്ടത്? ബോയ്സിനാണ് തിരിച്ചറിവ് വേണ്ടത്. കാരണം ഗേൾസ് ഈ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താണെന്നൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പീരീഡ്സ് എന്താണ്, അല്ലെങ്കിൽ പീരീഡ്സ് എത്ര ദിവസമുണ്ട്, ഇതൊന്നും തന്നെ ബോയ്സിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് ആക്സസിബിലിറ്റി കൂടുതലാണ്, എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പോലും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യമാരാണെങ്കിലും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ആയാലും സഹോദരി ആയാലും അല്ലാതെ നോർമൽ ഫ്രണ്ട്സ് ആയാലും ഇനി ആരായാലും ഏതൊരു ഗേളിനെ കണ്ടാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കുറച്ചും കൂടി. ഇപ്പോൾ നമ്മൾ റീൽസിലൊക്കെ തന്നെ കാണാറുണ്ടല്ലോ, ബോയ്സ് പീരീഡ്സ് ക്രാംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ആ പെയിൻ ഫീൽ ചെയ്യുന്ന കാര്യമൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല കേട്ടോ, അതിക്കും മേലെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ശരിക്കും നിങ്ങൾ ആ ഒരു മൊമെന്റിൽ ആ ഒരു പെയിൻ മാത്രമേ അറിയുന്നുള്ളൂ. ഇതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് ഉണ്ട്, അല്ലാതെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ബോയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് ഗേൾസിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ആഴത്തിലൊരു മുറിവുണ്ടായെന്ന് വിചാരിക്കുക. അതിന് എന്ത് വരും? ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? ആഴത്തിലുള്ള മുറിവാകുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ആ ബ്ലഡ് പോകുന്നതായിട്ടൊന്ന് ചിന്തിച്ചേ, എന്ത് സംഭവിക്കും? തല കറങ്ങി വീഴും. കാരണം ബ്ലഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫെയിൻ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോയി പിന്നെ ഒന്നല്ലെങ്കിൽ ബ്ലഡ് കുത്തി കയറ്റണം, ഡ്രിപ്പ് ഇടണം, പിന്നെ അതിൻ്റെ ആഫ്റ്റർ കെയർ കാര്യങ്ങൾ നോക്കണം. ഇതിൻ്റെ വേറൊരു വേർഷനാണ് ശരിക്കും ഗേൾസിലുള്ളത്. 3 to 7 ഡേയ്സോളം കണ്ടിന്യൂസ് ആയിട്ടാണ് ബ്ലീഡ് ആവുന്നത്. അത് ചിലപ്പം ഡ്രോപ്പ് ആയിട്ടായിരിക്കാം, ചില ആൾക്കാർക്ക് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കാം. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ മാക്സിമം മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് ഗേൾസ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയെന്ന് വരാം, ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അവർക്ക് പീരീഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് പീരീഡ്സ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടോ, കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ പറയായിരിക്കും പീരീഡ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ വിട്ട് കളയുക. കാരണം നമ്മൾ ഓവറായിട്ട് പിന്നെ അവർക്ക് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ്സ് കൂടും. ഇതിന് ഇരട്ടിയായിട്ട് വയലൻ്റ് ആവത്തേ ഉള്ളൂ. അവർ ഒരിക്കലും കാമാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത്രയ്ക്കും കത്തി നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അയഞ്ഞു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ അവർ നോർമൽ ആയിക്കോളും. പിന്നെ എപ്പോഴും നല്ലൊരു ഹെൽത്തി കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ കെയർ ചെയ്യുക അവരെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുക. ചില ആൾക്കാർക്ക് ക്രേവിങ്സ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും കഴിക്കാൻ വേണോ, ഫുഡ് എന്തെങ്കിലും വേണോ, പറ്റുമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ തന്നെ നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇമോഷണൽ ഇൻബാലൻസ് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഒരു സമയത്ത് ജസ്റ്റ് വൈഫിനെ കിച്ചണിൽ കയറി ഒന്ന് സഹായിച്ചെന്ന് വെച്ചിട്ട് ഹസ്ബൻഡിന് ഒന്നും വരാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ സമയത്ത് അവർക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും റെസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വിടുക. പിന്നീട് ചില ബോയ്സിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പാഡൊക്കെ വാങ്ങിക്കാൻ പോകാൻ പറയുമ്പോൾ ഭയങ്കര നാണക്കേടാണ്, ഇല്ലെങ്കിൽ ഗേൾസിൻ്റെ കയ്യിൽ പാഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലാണ്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനാണ് ചമ്മുന്നത്, എന്തിനാണ് നാണക്കേട്? പാഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് എന്നൊക്കെ ഉള്ളത് ഈ ഒരു സമയത്ത് ഗേൾസിനെ സേഫ് ആക്കാൻ, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിലൊന്നും നാണക്കേട് കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് എല്ലാ ലേഡീസിനും വരുന്നതാണ്, നിങ്ങളുടെ അമ്മമാർക്കും വരുന്നതാണ്. ഇതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ജനിച്ചത്. അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയുമ്പോൾ അവർക്ക് ചമ്മലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ട. അതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അമ്മമാർ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പാഡ് വേണമെങ്കിൽ മക്കളുടെ നിന്ന് കൊടുത്തു വിട്ട് വാങ്ങിപ്പിച്ചേ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെന്താണ് കാര്യം എന്നുള്ളത്. അതിലൊന്നും ചമ്മൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നീട് വേറെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ഹസ്ബൻഡ് ആവും, അല്ലെങ്കിൽ അമ്മമാരായിരിക്കാം, ആരെങ്കിലും ആവട്ടെ. എന്തായാലും ചില ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ലോകത്തൊന്നും വേറെ ആൾക്കാർക്ക് ഇല്ലാത്ത പോലെ ഇവർക്ക് മാത്രമേ ഉള്ളൂ മൂഡ് സ്വിങ്ങും ദേഷ്യവും വയറുവേദനയും പ്രശ്നങ്ങളും ഒക്കെ എന്നുള്ളത്. ഇങ്ങനെ പറയുന്നവരടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒരേപോലല്ല. ചിലപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും വേദന ഉണ്ടാവണമെന്നില്ല, അതുപോലെ ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. അതുകൊണ്ട് എനിക്കില്ല എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ അവൾ അഭിനയിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊരു അഭിനയമാണ് അവൾ കാണിക്കുന്നതെന്നൊക്കെ. ഇതൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് വരുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അതൊന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇത് കേട്ടപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, എന്തോ പണ്ടുള്ള ലേഡീസിന് ഇതൊന്നും ഇല്ലായിരുന്നോ, അവർക്ക് ഈ പറയുന്ന മൂഡ് സ്വിങ്സോ വേദനയോ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ കിടന്നങ്ങ് പണിയെടുക്കുമല്ലോ, പറമ്പിലായാലും അന്ന് മിക്സി ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല, ഗ്രൈൻഡർ ഇല്ല, എല്ലാ ജോലിയും ആ ഒരു ലേഡി തന്നെ ചെയ്യണം. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പരാതിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഇന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. പണ്ടുള്ള സ്ത്രീകൾക്കും ഈ മൂഡ് സ്വിങ്സും വയറുവേദനയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ജോലി ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ലല്ലോ, എന്നാലല്ലേ ഇവർക്ക് ഇത് ആഴത്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല പണ്ടുള്ള കാലഘട്ടത്തിൽ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാണ് നമ്മുടെയൊക്കെ അമ്മമാർ വളർന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഗുണം അവർക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അതല്ല. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ കെമിക്കൽസും എല്ലാം വിഷമാണ് നമ്മുടെ അകത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലായിട്ട് ഒന്നും തന്നെ നമ്മൾ കഴിക്കുന്നില്ല. ഇതൊക്കെ തന്നെ നമ്മുടെ ഈ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസിനൊക്കെ മെയിൻ ഫാക്ടേഴ്സാണ്. യൂട്രസിൻ്റെ ഹെൽത്ത് ഇതൊക്കെ ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഇതിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം ഒരേപോലെ ആവണം എന്നില്ല. അപ്പോൾ മൂഡ് സ്വിങ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. മൂഡ് സ്വിങ്സ് ഉള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഹാപ്പി ആയിട്ട് വയ്ക്കുക, ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക.
ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.